നമസ്കാരം. 2025 ധനു രാശിക്കാർക്ക്, ധനു ലഗ്നക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2025 മാർച്ച് അവസാനത്തോടു കൂടി ശനി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയൊരു സമാധാനം എന്നത് വ്യാഴം 6-ാം ഭാവം വിട്ടിട്ട് 7-ാം ഭാവത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ ലഗ്നത്തെയും, അതായത് ചന്ദ്രരാശിയാണെങ്കിലും ലഗ്നമായാലും ധനുവിനെ ദൃഷ്ടി ചെയ്യുന്നു, നിങ്ങളുടെ 3-ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ ഒരു സമാധാനമാണെന്ന് പറയാം. ശരിക്കും നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതൊരു വലിയ റിലാക്സേഷനാണ്. പ്രത്യേകിച്ച് കുറേ നാളുകളായിട്ട് വിവാഹാലോചന ഒക്കെ നടക്കുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അതുപോലെ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് ഓരോ പ്രശ്നങ്ങൾ, പിന്നെ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രശ്നമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ദൂരെ നിന്നിട്ട് അങ്ങനെ ഒരു അകൽച്ചയുടെ പ്രശ്നം, അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു ആശ്വാസമാണ്. ഏറ്റവും പ്രധാനം വ്യാഴം നിങ്ങളുടെ രാശ്യാധിപൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഫേവർ ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു ഗ്രഹമാണ്. അത് പ്രത്യേകിച്ച് ബുധൻ്റെ രാശിയിലേക്ക് പോകുമ്പോൾ ഇവിടെ അറിവ് വന്നിട്ട്, ജ്ഞാനം വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന ഒരു കാര്യത്തെ കൂടി കാണിക്കുന്നു. പിന്നെ ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ധനു രാശി, ധനു ലഗ്നക്കാർക്ക് വിദ്യകൾ അഭ്യസിക്കേണ്ട സമയമാണ്. ഓരോ ഗ്രഹവും ഓരോ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രാശിക്കൊരു തത്വമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അതിനനുസരിച്ചിട്ട് ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നു ആ സമയത്ത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളൊരു വിദ്യ അഭ്യസിക്കുക, സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ എന്താണ് ഏത് ഫീൽഡിലാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കുക. അത് ഫീസ് കൊടുത്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണമെന്നോ എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷെ ഇവിടെ ബുധൻ്റെ രാശി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബുധൻ ഈ ഡോക്യുമെൻറ്റേഷൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും ഒക്കെ ഒരു കാരകഗ്രഹമാണെന്ന് പറയാം. പക്ഷെ അതല്ലാതെ വീട്ടമ്മമാരാണെങ്കിൽ, അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, ഓൺലൈനും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പഠിക്കുക. അതുപോലെ നിങ്ങളുടെ മിഥുനത്തിൽ ഏത് ഗ്രഹങ്ങളിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ 3-ാം ഭാവം, 5-ാം ഭാവം, അതിനൊക്കെ അനുസരിച്ചിട്ട് ഏത് ഗ്രഹങ്ങളാണ്, അതുപോലെ ഏതൊക്കെ ദശാകാലങ്ങളാണ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകളും എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയങ്ങളും വന്നു ചേരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുക, അതിലൂടെ പേരെടുക്കാനുള്ള അവസരം. എന്തു തന്നെയായാലും ഈ ഒരു ധനു രാശി, ധനു ലഗ്നക്കാർക്ക് ഒരു പൊസിഷൻ, പദവി, പേര് ലഭിക്കുക, അതിൻ്റെ ഒരു നിങ്ങളുടെ ജോലി, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പ്രയത്നങ്ങൾക്കൊരു ഫലം അത് തരാനായിട്ട് വരികയാണ്. രാഹു ആയാലും വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയാണെങ്കിലും, അതായത് നേരത്തെ ഒരുപാട് ഇഫേർട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് അധ്വാനിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ, ദശാകാലങ്ങൾ സപ്പോർട്ടീവ് ആണെങ്കിൽ നല്ല പേര് ലഭിക്കുന്ന സമയമാണ്, ലാഭങ്ങൾ വരുന്ന സമയമാണ്. അവിടെ എപ്പോഴും പ്രധാനം ദശാകാലങ്ങളാണ്. ദശാകാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മഫലമാണ്. നമ്മുടെ ദശാകാലങ്ങൾ, അതായത് ഇന്ന സമയത്ത് ഇന്ന മഹാദശ, അതിൽ പ്രത്യന്തർ ദശ എന്നതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ, ഇപ്പോൾ വ്യാഴത്തിൻ്റെ മഹാദശയാണെങ്കിൽ, അതിൽ ശനിയുടെ അന്തർദശയാണെങ്കിൽ ആ പ്രത്യേക ഗ്രഹങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുകയാണ്. ആ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഏത് രാശിയിൽ, നക്ഷത്രത്തിൽ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. ജനറലി നമുക്കൊരു ഐഡിയ കിട്ടും ഗോചരത്തിലെ ഗ്രഹങ്ങളെ. നമ്മളൊരു വാർഷിക ഫലമൊക്കെ പറയുമ്പോൾ ഒരു ജനറലായിട്ടുള്ള ഫലമാണ് നമ്മൾ പറയുന്നത്, ആകാശത്ത് എന്ത് നടക്കുന്നു എന്നത്. അതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ദശാകാലമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഫലങ്ങൾ തരും. അപ്പോൾ ഈ ഒരു സമയത്ത് IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക്, മാർക്കറ്റിംഗ്, മീഡിയ, അതുപോലെ എഴുത്തുകാർ, അധ്യാപകരാണെങ്കിലും, ബാങ്കിങ് സെക്ടറുകളിൽ പ്രവർത്തിക്കുന്നവർ, ഒരു പരിധിവരെ സ്റ്റോക്ക് മാർക്കറ്റ്, അത് ഒരു പരിധിവരെ, കാരണം അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ വേറെയാണ്. എന്നാലും രാഹു അപ്രതീക്ഷിതമായിട്ട് ലാഭം നമുക്ക് കൊണ്ടുതരുന്ന ഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് മാനേജ് ചെയ്യാനും പഠിക്കണം നമ്മൾ. ഒരു മായാജാലക്കാരനാണ്, ഒരു മായാവിയാണ്. അതുകൊണ്ട് തന്നെ രാഹു തരുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഒബ്സഷൻ ആണെങ്കിലും, അതൊരു വ്യക്തിയോടോ പണത്തോടോ അങ്ങനെയുള്ളൊരു ഒബ്സഷൻ വരാതെ, അതുപോലെ നമ്മളിലും നിർബന്ധ ബുദ്ധി വരാതെ ഒക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ആരോട് എന്ത് പറയുന്നു എന്നത് സൂക്ഷിക്കണം.
നല്ല ഒരു മൂന്നാം ഭാവത്തിലേക്ക് രാഹു വരുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് തരും രാഹു. അതായത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ കഴിവ് പോലെയാണത്. നമ്മളെക്കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലേക്ക് ഇവിടെ രാഹു വരുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ഫീൽഡിൽ, അതായത് ഒരുപാട് വാക്കുകൾ, നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ട് ചെയ്യേണ്ടുന്ന ജോലികൾ, അത് പ്രധാനമായിട്ടും മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ മാർക്കറ്റിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, അധ്യാപകരായാലും പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസ് ജോലികൾ ചെയ്യുന്ന റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ ഒരു സ്കില്ല് ഇവിടെ രാഹു കുറച്ചുകൂടി കൂട്ടി തരുന്നുണ്ട്. അതിലൂടെ ലാഭവുമുണ്ട്. മൂന്നാം ഭാവം എന്നത് നമ്മുടെ നമുക്ക് സ്ട്രൈപ്സ് കിട്ടുന്ന എന്ന് പറയില്ലേ, നമുക്കൊരു എന്താ പറയുക, സർട്ടിഫിക്കറ്റുകൾ തരുന്ന, അംഗീകാരം തരുന്ന ഒരു ഭാവം കൂടിയാണ് മൂന്നാം ഭാവം. അപ്പോൾ രാഹുവിന് ഇതൊക്കെ കൊണ്ടുതരാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെ ഇരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ശനിയിൽ നിന്ന് ഗോചരത്തിൽ ശനി എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഫലങ്ങളിൽ വ്യത്യാസം വരും ദശാകാലങ്ങൾക്കും. അപ്പം ജനറലി പറയുകയാണെങ്കിൽ 4-ാം ഭാവത്തിലാണ് ശനി പോകുന്നത്. കുറേയൊക്കെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ടുള്ള അതായത് അവരുമായിട്ട് കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു സാഹചര്യങ്ങൾ വരും. അതുപോലെ എന്താ പറയുക, സ്ഥാനം നിങ്ങളുടെ താമസ സ്ഥലത്തുനിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കേണ്ടത്, ധനു ലഗ്നം, ധനു രാശിക്കാരുടെ ആ ഒരു ധനുവിലേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടിയുമുണ്ട്, വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഈ ഒരു 2025 എന്നൊരു വർഷം, പ്രത്യേകിച്ച് മാർച്ച് തൊട്ട് കൂടുതൽ കർമ്മ നിരതരാക്കും. പക്ഷേ വ്യാഴം ഈ ഒരു 2024 തന്ന പോലെയുള്ള ഒരു രീതി ആയിരിക്കില്ല. കർമ്മനിരതരാക്കും. ഇതിൽ കുറച്ചുകൂടി നിങ്ങളുടെ വ്യക്തിത്വം, അതായത് ഈ ഒരു വർഷം, ഒരു മാർച്ച് തൊട്ടിട്ട് പിന്നെ ഒരു വർഷത്തേക്കുള്ള സമയം എന്നത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മെയ് മാസത്തിലാണ് വ്യാഴത്തിൻ്റെ ഗോചരം. അപ്പോൾ അങ്ങനെ ഒരു വർഷം കണക്ക് കൂട്ടിയാലും വ്യക്തിത്വത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ കുറേ കൂടി എന്താ പറയുക, ആക്സെപ്റ്റൻസ് മോഡിലേക്ക് വരും. അതുപോലെ കുറച്ചുകൂടി ഫിലോസഫിക്കലാകും, ബ്രോഡ് മൈൻഡഡ് ആകും. കുറേ എന്താ പറയുക, പല കാര്യങ്ങൾക്കും ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നതുമായിരിക്കും, ഉപദേശത്തിനായിട്ടും മറ്റു കാര്യങ്ങൾക്കും. അതുപോലെ ശനി എപ്പോഴും ഉത്തരവാദിത്വവും കൊണ്ടുതരും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള അവസരം വരുന്നുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും, ഈ ഒരു ഗ്രഹങ്ങളുടെ ഈ ഒരു 2025 പ്രത്യേകിച്ച് മാർച്ച് അവസാനം ശനി മാറിക്കഴിഞ്ഞാൽ, മെയ് മാസത്തിൽ വ്യാഴം മാറിക്കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല സമയങ്ങളാണ് ഗോചരത്തിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ ദശ എത്രമാത്രം സപ്പോർട്ടീവാണ്, ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ അതിനനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികളുടെ ഫലം ഇരിക്കുന്നത്. ഇത് ജനറലാണ്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാനും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ഓൺലൈനായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനും, ഇതിനൊക്കെയുള്ളൊരു സാധ്യത രാഹു കൊണ്ടുതരുന്നുണ്ട്. രാഹു എപ്പോഴും ചെറിയ ലെവലിലല്ല ഒന്നും തരിക, നമ്മൾ ചെയ്യിപ്പിക്കുന്നതും വലിയ ലെവലിൽ തന്നെ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രീതികൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം തരാൻ പോകുന്ന ലസ്റ്റാണെങ്കിലും, അതായത് ഒരുപാട് ആഗ്രഹം തന്നിട്ടാണെങ്കിലും, ആ ഷഡരിപ്പുകളെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വ്യാഴം ഇവിടെ 6-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്ക് മെയ് മാസത്തിൽ മാറുമ്പോൾ ശരിക്കും കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്താണ് എന്നത്, അത് വ്യാഴം ഏകദേശം നമ്മളെ അതിന് പ്രാപ്തനാക്കിയിട്ടാണ് പോകുന്നത്. നമ്മളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കുന്നുണ്ട് വ്യാഴം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 7-ാം ഭാവത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആരാണോ ഈ ഒരു വർഷം, ഈ ഒരു വ്യാഴം എന്താ പറയുക, ഇടവത്തിൽ ഗോചരം ചെയ്ത സമയത്ത്, അതായത് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ ഗോചരം ചെയ്ത സമയത്ത് ആരാണോ കൂടുതലായിട്ടും ആ വ്യാഴത്തിൻ്റെ സിഗ്നിഫിക്കേഷൻസിനനുസരിച്ചിട്ട് നിരന്തരം പ്രയത്നം ചെയ്തത്, അതിൻ്റെ ഫലം ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മെയ് മാസം തൊട്ടിട്ട് എപ്പോഴും ഒരു ഗ്രഹവും അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും. ആ അവസരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കർമ്മം ചെയ്തു, അതിൻ്റെ റിസൾട്ട് അത് അടുത്ത ഗോചര സമയത്ത് തരും. പ്രത്യേകിച്ച് വ്യാഴം അങ്ങനെ തന്നെയാണ്. ഇടവം വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക്, ഇടവം എന്നത് റിസോഴ്സസിൻ്റെ രാശിയാണ്, അസറ്റ്സിൻ്റെ രാശിയാണ്. അത് ആഹാരത്തെ കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ 6-ാം ഭാവമാണ്, അതായത് രോഗം, ശത്രു, കടം എന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ ഷഡരിപ്പുക്കളുമാണ്.
കാമക്രോധ മതം, മോഹം, മാത്സര്യം, ലോഭം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അത് ശുക്രൻ്റെതാണ്. ശുക്രൻ നിങ്ങളുടെ 11-ാം ഭാവാധിപൻ കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? ഈ ഒരു വർഷത്തെ ആ ഒരു കാര്യം എന്നത്, അതിൻ്റെ ഫലം നിങ്ങൾക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഈ ഒരു വർഷം 2024 വ്യാഴം ഇടവത്തിൽ ഉണ്ടായ സമയത്ത് നിങ്ങൾ ഒരുപാട് ക്രോധം മനസ്സിൽ വെച്ചിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തോട് ഒബ്സഷൻ ഉണ്ടായിരുന്നോ? അതോ നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണോ ചെയ്തത്, ജോലിയൊന്നും അന്വേഷിക്കാതെ? എനിക്ക് അതായത് വ്യാഴം അവിടെ ഇരിക്കുമ്പോൾ വലിയൊരു മത്സരബുദ്ധിയൊന്നും തരില്ല. അപ്പോൾ ജോലി കിട്ടുമ്പോൾ നോക്കിക്കോളാം, ഞാൻ അന്വേഷിച്ച് നടക്കില്ല, പ്രയത്നിച്ചിട്ടില്ല എന്നാണോ? അതുപോലെ ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് ആ രീതിയിൽ എന്താ പറയുക, ഒരു സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ കാര്യത്തിൽ ജനറലി പറയുകയാണെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഫലം നമുക്ക് വ്യാഴം 7-ാം ഭാവത്തിൽ പോയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വലിയ ചോയ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മിഥുനത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഷ്ടമഭാവത്തിൽ ഉച്ചത്തിലാവാൻ പോവുകയാണ് വ്യാഴം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വേണമെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വരുന്ന വർഷങ്ങളിൽ പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ഡ്രീംസൊക്കെ ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടുന്ന ഒരു വർഷം കൂടിയാണ് 2025 മെയ് മാസം തൊട്ടിട്ട്. ചില കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടി വീക്ഷണത്തോടു കൂടി കാണേണ്ടതുണ്ട്. അത് ഉള്ളവരാണ് ധനുലഗ്നം, ധനുരാശിക്കാർ. അതാണ് ആ 9-ാം ഭാവത്തിൻ്റെ 9 എന്ന രാശിയുടെ പ്രത്യേകത. ദീർഘവീക്ഷണം, പ്ലാനിങ് കൂടുതലാണ്. അതുകൊണ്ടാണ് മാനേജറിയൽ പോസ്റ്റിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുന്നത്. അപ്പോൾ ദശാകാലങ്ങളെ പ്രത്യേകിച്ച് നോക്കണം. പാപഗ്രഹങ്ങളുടെ ദശ, 12-ാം ഭാവാധിപൻ്റെ ദശയൊക്കെ, അതായത് ചൊവ്വയുടെ ധനുലഗ്നക്കാരന് ചൊവ്വയുടെ മഹാദശയൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. വരുന്ന സമയങ്ങളിലും എന്താ പറയുക, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുണ്ടെങ്കിലും 12-ാം ഭാവാധിപൻ്റെ ദശയിൽ എടുത്തു ചാടി ജോലിയൊന്നും ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. മൊത്തത്തിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്കും വ്യക്തിബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹോദരങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒത്തൊരുമയ്ക്കും ഒക്കെ കാരണമാവുന്നുണ്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി സംബന്ധം. നിങ്ങളുടെ 11, 3 ഭാവങ്ങളിലേക്കും നിങ്ങളുടെ ലഗ്നത്തിലേക്കും ഈ 7-ാം ഭാവത്തിൽ ഇരുന്നിട്ടുള്ള ദൃഷ്ടി എന്നത് പല കാര്യങ്ങളെയും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പറഞ്ഞ് പരിഹരിക്കാനുള്ളൊരു അവസരം തരുന്നുണ്ട്. പക്ഷേ ഈ രാശികളിലൊക്കെ നിങ്ങളുടെ പാപഗ്രഹങ്ങൾ ഇരുന്നിട്ട് അവരുടെ ദശകൾ നടക്കുകയാണെങ്കിൽ പ്രശ്നം കൊണ്ടുതരികയും ചെയ്യും. അതാണ് പറയുന്നത്, നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കും ദശാകാലങ്ങൾക്കുമാണ് ഫൈനൽ റിസൾട്ട് പറയാൻ കഴിയുന്നത്. ശനി ഇവിടെ നിന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ ഒരു കംഫർട്ട് സോൺ വിടാനാണ്. പിന്നെ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ശനി നിങ്ങളുടെ 2, 3 ഭാവത്തിൻ്റെ അധിപനാണ്. അതായത് നിങ്ങൾക്ക് ധനം തരാനും സേവിങ്സ് തരാൻ. ധനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും വരുമാനം വരുന്നുണ്ട്, അത് സേവിങ്സ് ആകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ജാതകത്തിൽ, അതായത് ധനുലഗ്നം, ധനുരാശിക്കാരെ അങ്ങനൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. സേവിങ്സ് കൊണ്ടുതരാൻ കഴിയുന്ന ഗ്രഹമാണ് ശനി. അധ്വാനിക്കാനുള്ള ഒരു കാരണക്കാരൻ കൂടിയാണ് ശനി, നിങ്ങളുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനായിട്ട്. അപ്പോൾ അത് രണ്ടും നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള രാശിയാണ്, മകരവും കുംഭവും. അപ്പോൾ അദ്ദേഹമാണ് മോക്ഷത്തിൻ്റെ രാശിയിലേക്ക് പോകുന്നത്. അത് മീനം എന്ന് പറയുമ്പോൾ സ്വപ്നങ്ങളുടെ രാശിയാണ്, മോക്ഷരാശിയാണ്, ബെഡ്റൂം ലൈഫിനെ കാണിക്കുന്നു. നാച്ചുറൽ സോഡിയാക്കിൽ ഇത് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രാശിയിലേക്ക് കർമ്മനിരതനായിട്ടുള്ളൊരു ഗ്രഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനറലായിട്ട്, ധനുവിനെ മാത്രമല്ല ജനറലായിട്ട് പറയുകയാണെങ്കിൽ അത് നമുക്ക് മടി തരും. പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് തോന്നും. ഓഫീസിൽ പോയാലും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി തരും. അതായത് ശരിക്കും ശനി അവിടെ പ്രത്യേകിച്ച് മോക്ഷരാശിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കർമ്മങ്ങളിൽ നിന്ന് മുക്തരാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിരമിക്കാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും, വിരമിക്കാൻ സമയമായിട്ടില്ലെങ്കിലും ചില ധനുലഗ്നക്കാർ 12-ാം ഭാവാധിപൻ്റെയൊക്കെ ദശ നടക്കുകയാണെങ്കിൽ ധനുലഗ്നക്കാരും ധനുരാശിക്കാരും മതി, ഇനി എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് മുക്തി വേണം, മോക്ഷം വേണം, ഞാൻ ജോലി ഉപേക്ഷിക്കാൻ പോവാണ് എന്നുള്ളൊരു തീരുമാനം എടുത്തേക്കാം. അത് ഒരുപാട് പ്രായമായിട്ടുള്ള ഒരാൾ എടുക്കുമ്പോൾ അത് വലിയ പ്രശ്നം തരില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ചിന്താഗതി എന്താ പറയുക, ചെറുപ്പക്കാരനാണ്, ചെറിയ പെൺകുട്ടികളാണ് എടുക്കുന്നതെങ്കിൽ എന്താ പറയുക, എനിക്ക് ഇനി ഈ കോഴ്സ് പഠിക്കേണ്ട, ഇതിവിടെ അവസാനിപ്പിച്ചേക്കാം, കഷ്ടപ്പെട്ട് എൻട്രൻസൊക്കെ കിട്ടിയ ഒരു കോഴ്സായിരിക്കാം, നിങ്ങളുടെ 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ ആയിട്ടൊക്കെ ബന്ധം ശനി അവിടെ കൊണ്ടുവരുമ്പോൾ
പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ മീനത്തിൽ കേതു ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല കാര്യം. കാരണം ഒരു മുക്തി തരാൻ ഇദ്ദേഹം ശ്രമിച്ചിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യരെ പോയി കണ്ടിട്ട് ആ ഒരു എന്താ പറയുക, പരിഹാരം എന്ന് പറയേണ്ട അതിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ എനർജിയെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിനെ ഒന്ന് മാനേജ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ റെസ്റ്റിംഗ് മോഡിലേക്ക് പോകണം എന്നത് നമ്മൾ മാനേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം വിട്ടിട്ട് റെസ്റ്റ് എടുക്കാനിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഡൻസി, ജോലി ഉപേക്ഷിക്കാൻ, ഇങ്ങനെ നേരത്തെ ഒരു ഫീൽഡ് വിട്ട് മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ, ഈ ടെൻഡൻസിയൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് ആത്മപരിശോധന നടത്തിപ്പിക്കും ഇവിടെ. ശനിയുടെ 10ാം ദൃഷ്ടി തീർച്ചയായിട്ടും നിങ്ങളെ വ്യാഴത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ആത്മപരിശോധന നടത്തിപ്പിക്കും. രാഹു ആണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇവിടെ ഈ ഒരു ശ്രദ്ധിക്കേണ്ടത്, സപ്പോസ് നിങ്ങളുടെ ജാതകത്തിലെ 11ാം ഭാവം ശുക്രൻ്റെ രാശി കാര്യമായിട്ട് പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങളുടെ ശനി ചിങ്ങത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ശനി എന്താ പറയുക, മീനത്തിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഡൻസി വരും ആ ഒരു ഫീൽഡ് വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാൻ, സ്റ്റാർട്ടപ്പ് തുടങ്ങാനൊക്കെ. അപ്പോൾ അതും സുഹൃത്തുക്കളുടെ പ്രേരണയോട് കൂടി, സഹോദരങ്ങളുടെ പ്രേരണയോട് കൂടി. അപ്പോൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ കുംഭത്തിലും തുലാം രാശിയിലൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിൽ, ദശകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അഡ്വൈസ് എടുക്കണം. ഒന്ന് വിട്ടിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോൾ അതും ഇവിടെ കൺസിഡർ ചെയ്യണം. അതാണ് പറയുന്നത്, നമ്മുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് ഗോചരത്തിൽ എവിടെ പോയിരിക്കുന്നു, ഏത് ദശ അന്തർദശകളിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഫലമിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെറിയ കുട്ടികളുടെ അമ്മമാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അതായത് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ടീനേജിലുള്ള അത് തൊട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളെ ഒന്ന് സൂക്ഷിക്കണം. അവർ എന്ത് കാണുന്നു, ഇന്നത്തെ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. അപ്പോൾ എന്ത് കാണുന്നു, ഏത് ഫ്രണ്ട് സർക്കിളിലേക്കാണ് അവർ പെട്ട് പോയിരിക്കുന്നത്, അവരുടെ കയ്യിലുള്ള പോക്കറ്റ് മണിയൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതായത് ശരിക്കും ഒരു ഒബ്സർവേഷൻ വേണ്ടുന്ന സമയമാണ്. ഇത് മുതിർന്നവരാകുമ്പോൾ ഈ കാര്യത്തിൽ സ്വയമായിട്ടൊരു കൺട്രോൾ വെക്കണം. ആരുടെ കൂടെ കൂടുന്നു, എന്തിനാണിത്, ഇതിൻ്റെ ഒരു എന്താ പറയുക, ലാഭം എന്താണ്. തീർച്ചയായിട്ടും ഇവിടെ രാഹു നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണിച്ചു തരും. ഇന്ന വഴിയിലൂടെ ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പണം ഉണ്ടാക്കാം. പ്രധാനമായിട്ടും രാഹു അവിടെ ലാഭം തരാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ദശാകാലം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, നമ്മളൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു സുഹൃത്ത് പറയുകയാണ്, ഇതൊക്കെ വിട്ടിട്ട് ഈ ഫീൽഡിലേക്ക് വരൂ, ഇവിടെ നിന്നാണ് എളുപ്പത്തിൽ, ഷോർട്ട് കട്ട് തരും രാഹു. അപ്പോൾ അങ്ങനെ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിയിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അതിനൊരു അഡ്വൈസ് എടുക്കണം. അപ്പോൾ സുഹൃത്ത് വൃന്ദങ്ങളെ ഒന്ന് സൂക്ഷിക്കണം. ചില സുഹൃത്തുക്കളൊക്കെ പോവും, തീർച്ചയായിട്ടും പോവും. അതുപോലെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു സപ്പോർട്ട് കുറയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ധനു ലഗ്നം, ധനു രാശിക്കാർക്ക് നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് കേതു വരുന്നുണ്ട്. ഈ രാഹു മാറുന്നതിനോടൊപ്പം കേതുവിൻ്റെ മാറ്റവും സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പാപഗ്രഹങ്ങളുടെ ദശ ഉണ്ട് അങ്ങനൊരു അവസ്ഥ ആണെങ്കിൽ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് വലിയ പേടിയില്ല. പക്ഷെ എന്നാലും അവിടെ മേലധികാരിയുമായിട്ട്, ഇപ്പോൾ സൂര്യൻ്റെ അവസ്ഥ, ചിങ്ങത്തിൻ്റെ അധിപനാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ അവസ്ഥ ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും മേലധികാരിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരിക, നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോവുക, ചിന്തിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞു പോവുക, പിന്നീട് ദുഃഖിക്കും, അയ്യോ ഞാനന്നങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനും ഇവിടെ കേതു കൊണ്ടുതരും. അപ്പോൾ അത് പിതാവിനോടായാലും പിതൃസ്ഥാനത്തുള്ളവരോടാണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതേസമയം നല്ല ദശകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പൊസിഷൻ ലഭിക്കുന്നതായിരിക്കും. കേതു എന്താ പറയുക, ഒരു സ്ഥാനം തരുന്നതായിരിക്കും. അതാണ് പറയുന്നത്, നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുകയും വേണം, പ്രത്യേകിച്ച് ആരുടെ അടുത്തുനിന്ന് അഡ്വൈസ് എടുക്കുന്നു എന്നത്. പ്രത്യേകിച്ച് ഇവിടെ നന്നായിട്ട് നിങ്ങളുടെ സിബ്ലിങ്സ്, സഹോദരങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കസിൻസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാനത് സ്വീകരിക്കണം, അതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് എന്താണ്. അതുകൊണ്ട് തന്നെ ഒരു നിത്യവരുമാനമുള്ള ഒരാൾ, ഒരു ജോലിയുള്ള ഒരാൾ ഒന്ന് വിട്ടിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോൾ അത് ഷോർട്ട് കട്ടിലൂടെ പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയാണെങ്കിൽ അതിനെപ്പറ്റി നന്നായി ചിന്തിക്കണം. പിന്നെ മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുടെ ആരോഗ്യമാണെങ്കിലും, പിന്നെ ശനിയുടെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സമാധാനം, അവിടെ മീനത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ വലിയൊരു പ്രതീക്ഷ വേണ്ട. മനസ്സമാധാനം ലഭിക്കുന്നത് ആധ്യാത്മിക ചിന്തകളുള്ളവർക്കാണ്.
അത് ഭഗവത് സ്മരണയുള്ളവർക്കാണ്, ഭഗവാന്റെ നാമങ്ങൾ സദാസമയം നാവിലുള്ളവർക്കാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സമാധാന കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ എന്താ പറയുക, മീനം എന്നത് ഹോസ്പിറ്റൽ ആശുപത്രികളെയും കാണിക്കുന്നു. അപ്പോൾ രണ്ടാം ഭാവാധിപൻ ആയിട്ടുള്ള ശനി, മൂന്നാം ഭാവാധിപൻ ആയിട്ടുള്ള ശനി ഈ മീനത്തിലേക്ക് പോകുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ വാസവും അതുപോലെ എന്താ പറയുക, മാരകസ്ഥാനത്ത് നിന്ന് 7ാം ഭാവത്തിൽ നിന്നാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം, നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ. പക്ഷേ ഇവിടെ ബുധൻ്റെ രാശിയിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുധൻ എന്നത് മന്ത്രജപങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു, നാമജപങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ, ഗുരുവില്ലെങ്കിലും നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഗുരു ഉള്ളവരാണെങ്കിൽ ഗുരു ഉപദേശിച്ച മന്ത്രം, അതിന് ദൈർഘ്യം കൂട്ടണം, അത് ഒരു ആശ്വാസമാണ്. അപ്പോൾ പുതിയ എന്ത് ഫീൽഡിലേക്ക് കടക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. രാഹു ഇവിടെ ഷോർട്ട് കട്ടിലൂടെ പണം ഉണ്ടാക്കാനുള്ള ഒരു ഇതൊക്കെ കൊണ്ടുതരും. നിങ്ങൾ സിനിമ, നാടകം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ കല അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലിഫ്റ്റ് കിട്ടും ഇവിടെ. നമുക്ക് ഒന്ന് തിളങ്ങാൻ പറ്റും. അതുപോലെ ധനുലഗ്നം, ധനുരാശിക്കാരൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനെ യൂട്യൂബ് പോലെയുള്ള ഇതിലേക്കൊക്കെ നിങ്ങളുടെ കല കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ കഴിവ് അത് കൊണ്ടുവന്നിട്ട് അങ്ങനെയും നിങ്ങൾക്കൊരു വരുമാനം അല്ലെങ്കിൽ ഒന്ന് അറിയപ്പെടാനുള്ള അവസരങ്ങളും കൊണ്ടുതരുന്നതാണ്. ഏറ്റവും അധികം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കാര്യത്തിന് ഈ രാഹു സ്കോപ്പ് തരുന്നുണ്ട്. പക്ഷെ ഒന്ന് നമ്മൾ അദ്ദേഹം തരുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം എന്നത്, ലസ്റ്റ് എന്നത്, അതിനൊന്ന് നിയന്ത്രണത്തിൽ നിർത്താൻ നമുക്ക് അറിയേണ്ടതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടദൈവത്തിന് മാത്രമേ നമ്മളെ അത്തരം കാര്യങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ കഴിയുന്നതും, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, മീനമാസത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ സൂര്യൻ മീനത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ശനി അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് സൂര്യനെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു മേലധികാരിയുമായിട്ട്, പിതാവുമായിട്ട് ഒക്കെ പ്രശ്നം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചൊവ്വയുടെ മഹാദശയാണെന്ന് വിചാരിക്കുക. ചൊവ്വയും കൂടി എന്താ പറയുക, ശനിയുടെ ത്രികോണത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ വരികയാണെന്ന് വിചാരിക്കാം. ശനി ഗോചരത്തിലെ ശനിയുടെ ത്രികോണത്തിൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വ ത്രികോണങ്ങളിൽ വരികയാണെങ്കിലും ഈ പ്രോപ്പർട്ടി തർക്കങ്ങൾ, കാര്യങ്ങൾ അതിലൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഇത് അവസാനം ഉണ്ടാവില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും ഈ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ വേണം. പിന്നെ ധ്യാനത്തെ സൂചിപ്പിക്കുന്ന രാശി കൂടിയാണ് മീനം. അതുകൊണ്ട് ധ്യാനം പരിശീലിക്കുന്നത് നല്ലതാണ്. മടി കളയുക എന്നത്, നമ്മൾ കാര്യം ശരിക്കും നമ്മൾ നീട്ടിവെക്കും കാര്യങ്ങൾ. ശനി അവിടെ മോക്ഷരാശിയിലേക്ക് പോകുമ്പോൾ കർമ്മങ്ങളിൽ നിന്ന് മുക്തി തരാൻ ആഗ്രഹിക്കും ശനി. അപ്പോൾ നമുക്കത് പാടില്ല. നമുക്ക് കർമ്മങ്ങളിൽ നിന്ന് മുക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യ ഇതിൽ എന്താ പറയുക, ദൈനംദിന റുട്ടീനിൽ, നമ്മുടെ ജോലി സ്ഥലത്തു നിന്നൊക്കെ. അതുകൊണ്ട് ആ ഒരു മടി വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ശനി നീചസ്ഥനാവാൻ പോവുകയാണ് നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് 2027 കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് അത് ബുദ്ധിമുട്ട് തരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മടി കളയുക, ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. കുറേയൊക്കെ ഈ ഒരു ഗോചര സമയത്ത് വിദേശത്ത് തന്നെയാണ് ലാഭമുള്ളത്. രാഹുവിൻ്റെ ഗോചരമായാലും ശനിയുടെയും വ്യാഴത്തിൻ്റെയും എല്ലാം അവസ്ഥകൾ വിദേശത്ത് നിന്ന് ലാഭമാണ് കൂടുതൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് അവസരം വരികയാണെങ്കിൽ, അതുകൂടാതെ നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതാണ്. ലഭിക്കുന്ന ജോലിയിൽ യാത്ര കൂടുതൽ ചെയ്യേണ്ടുന്ന ജോലി ആണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ്. കാരണം ഈ ഗ്രഹങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ശനി എന്താ പറയുക, വ്യാഴത്തിൻ്റെ സപ്പോർട്ടോടു കൂടി പഴയ നേരത്തെ ഉണ്ടാക്കിയ വീടുകൾ വാങ്ങാനുള്ള സാധ്യതകൾ തരുന്നു ഗോചരത്തിൽ. നിങ്ങളുടെ ജാതകത്തിൽ 4ാം ഭാവത്തിൽ നല്ല ഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വീടുകൾ, പുതിയ വീടുകൾ എന്നൊക്കെ ഉള്ള ഓരോ കോമ്പിനേഷനുണ്ട്. പ്രത്യേകിച്ച് വ്യാഴമൊക്കെ 4ാം ഭാവത്തിലുണ്ടാകുമ്പോൾ വലിയ വാഹനം തരും, വലിയ വീട് തരും, അങ്ങനെ ഓരോ ഇതാണ്. പക്ഷേ ഇവിടെ ശനിയുടെ മാത്രം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി കിട്ടുന്ന, അങ്ങനെ കിട്ടിയ ഒരു വീട് വരാൻ, അതിൻ്റെ ഒരു റിനോവേഷനും കാര്യങ്ങളും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. കാരണം ചിലവിൻ്റെ രാശിയാണ് മീനം.
എന്താ പറയുക വ്യയത്തിൻ്റെ രാശിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ റിനോവേഷന് വേണ്ടിയാണെങ്കിലും അതുപോലെ ഇതുപോലെ തറവാട് വീടുകളൊക്കെ ആണെങ്കിലും അതായത് അവിടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യം കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളെ അത് ഫിനാൻഷ്യലി ഒരുപാട് ബാധിക്കാതെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ തരാതെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നത് നോക്കേണ്ടുന്ന ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളാണ് ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു അവലോകനം ആവശ്യമാണ് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.